ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് കൊച്ചടുക്കളയിൽ നിൽക്കുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചടുക്കളയിൽ ഇന്ന് പാചകമല്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കിച്ചൺ ടിപ്സ് പറയാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നുമില്ല, നമുക്കെപ്പോഴും ആവശ്യമുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അതായത് കുറേ നാളായില്ലേ കിച്ചൺ ടിപ്സ് പറഞ്ഞിട്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ. കിച്ചൺ ടിപ്സും എല്ലാവർക്കും ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ടാകുമല്ലോ. അതനുസരിച്ചിട്ട് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി അരയ്ക്കുന്നതും വെളുത്തുള്ളി അരയ്ക്കുന്നതും, അതായത് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന ചേച്ചി ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ സാധാരണയായിട്ട് അന്നേരം വേണമെങ്കിൽ അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളത് അരച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് എളുപ്പത്തിന് വാങ്ങാം, പാക്കറ്റിൽ കിട്ടുന്നത്. പക്ഷേ കടയിൽ നിന്ന് നാട്ടിൽ ഇന്ത്യക്കകത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതൊന്നും എനിക്കത്ര കംഫർട്ടബിളായിട്ടുള്ള ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും അല്ല. ഞാൻ ഒരു ബ്രാൻഡിനെയും തള്ളി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയല്ല, ആ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റൊക്കെ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിയാലും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. കളർ തന്നെ വ്യത്യാസമാണ്. പിന്നെ ഒരു അത്യാവശ്യത്തിന് ഓടിപ്പോയി ചെയ്യാമെന്നല്ലാണ്ട് അതൊരു ശാശ്വതമായി പിന്നെ ഭയങ്കര വിലയാണ്, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം പക്ഷേ UK അങ്ങനെയല്ല കേട്ടോ. മോളുടെ മാഞ്ചസ്റ്ററിലെ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഒരു കുപ്പി നിറച്ച വാങ്ങി വയ്ക്കുന്നത്. പക്ഷേ അത് എക്സലൻറ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ എങ്ങനെയാണ് ജിഞ്ചർ പേസ്റ്റ്, ഞാനെന്നുള്ളതല്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് നമുക്ക് ഒരു ഫുൾ പ്രൂഫായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഒരാഴ്ച വരെ താഴത്തെ തട്ടിൽ ചില്ലറിൽ വെച്ചാൽ മതി, കേടാവില്ല. പിന്നെ കൂടുതൽ ദിവസത്തേക്ക് വേണമെങ്കിൽ ഫ്രീസറിലും വയ്ക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല. നമ്മളിങ്ങനെ 1 വീക്കിനുള്ളത് മാത്രം അരച്ച് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും സേഫും എപ്പോഴും നല്ലതും. അപ്പോൾ ആദ്യം വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഇഞ്ചി പേസ്റ്റ്. ആദ്യം ഞാൻ ജിഞ്ചർ പേസ്റ്റ്. പിന്നെ ജിഞ്ചർ പേസ്റ്റിന് വേണ്ടിയിട്ട് ജിഞ്ചറെല്ലാം ഞാൻ തോട് കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുവാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇഞ്ചിയുടെ തോട് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, സെപ്പറേറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇഞ്ചി വേറെ, വെളുത്തുള്ളി വേറെ, ഒന്നിച്ചല്ല. ഇത് ഇച്ചിരി ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇങ്ങനെ റൗണ്ട് പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതായിരിക്കണം. ഇതിനകത്തേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം പേസ്റ്റായിട്ട്. ഇപ്പോൾ ഇത്ര അരഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ എണ്ണ കൊടുക്കും. സ്മൂത്താക്കി അരയ്ക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. ഇപ്പം നമ്മൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ചേർത്തിട്ടാണ് അരച്ചത്. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇത് തന്നെ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടാക്കുന്ന ബോക്സസ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ്സിൻ്റെ ട്രേ, അതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചാൽ കുറച്ച് പോർഷനായിട്ട്, അപ്പോൾ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂൺ എന്നുള്ള ആ ഒരു അളവിനും അതിനകത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ക്യൂബ് എടുത്താൽ മതിയല്ലോ. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ ഒന്നിച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ താഴത്തെ തട്ടിൽ തന്നെ, കാര്യം പെട്ടെന്ന് അധികം ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ മാക്സിമം ഒരു 3-4 ദിവസം കൊണ്ട് തീരും. നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജിഞ്ചർ പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എത്ര വരും? അത്രയല്ലേ വരുള്ളൂ. ഒരു 6-7 ടേബിൾ സ്പൂണിനുള്ളത് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. കൂടുതൽ നാളൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരാഴ്ചക്കത്തേക്കെല്ലാം ഇത് ധാരാളം മതിയാകും. ഫ്രീസ് ചെയ്യണമെന്നില്ല. താഴത്തെ തട്ടിൽ ചില്ലറിൽ വെച്ചാലും മതി. കടയിൽ നിന്ന് വാങ്ങണ ജിഞ്ചർ പേസ്റ്റിനെക്കാട്ടിലും ക്വാളിറ്റിയും നമുക്ക് ഒറിജിനലല്ലേ, ഇത് ഒറിജിനൽ, വേറെ ഒന്നും ചേരുന്നില്ല, നമുക്കറിയാലോ. അങ്ങനെ ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി വെളുത്തുള്ളി പേസ്റ്റ്, ഗാർലിക്. ഇത് ഏകദേശം ഒരു 125 ഗ്രാമോളം ഉണ്ട് ഇപ്പം ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി. ഇഞ്ചി ആണെങ്കിലും ഒരു 100 ഗ്രാംസിനകത്തേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 125 ഗ്രാംസ്. അപ്പോൾ നമ്മൾ എണ്ണ ചേർക്കുന്നത് ആവശ്യാനുസരണമാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം.
ചിലപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മതിയാകും, ചിലപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ. ഇനി ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി എണ്ണ ചേർത്തിട്ട് വീണ്ടും അരയ്ക്കാം. ഫസ്റ്റ് ക്രഷിങ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മതിയാകും ഓയിൽ. അപ്പോൾ എപ്പോഴും ന്യൂട്രലായിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാൻ നോക്കണം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വലിയ മണമുള്ള ഇപ്പോൾ വെളിച്ചെണ്ണ പോലെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് എണ്ണയും കൂടി വേണ്ടി വരും, ഒരല്പം കൂടി ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ തന്നെ കണക്ക്. ഓക്കെ, കറക്റ്റായി. നല്ല ഒന്നാം തരം ഗാർലിക് പേസ്റ്റ് ഇസ് റെഡി. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് നമുക്കിങ്ങനെ അരച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ കേടാകാണ്ടിരിക്കും. ഒരു 1/4 കിലോ, ഇതിപ്പോൾ 125 ഉള്ളൂ. ഒരു 1/4 കിലോ വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തേക്കൊക്കെ ധാരാളം മതിയാകും. അപ്പോൾ ഗുണമേന്മ ഒട്ടും തന്നെ ചോർന്നു പോകാതെ നമ്മുടെ ഗാർലിക്കിൻ്റെ, വെളുത്തുള്ളിയുടെ ആ മണവും രുചിയും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിലാക്കിയിട്ട് ഇത് നമ്മുടെ ഒരാഴ്ച വരെ കുഴപ്പമില്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ചില്ലറിൽ. പിന്നെ കൂടുതൽ നാളത്തേക്ക് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം. അത് കൂടുതൽ ക്വാണ്ടിറ്റി, എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടുമ്പോൾ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ അരിഞ്ഞ് ചേർക്കും, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ചിലപ്പോൾ ചതച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അരച്ച് ചേർക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഇത്രയൊക്കെ മതിയാവും. ഒരു 250 ഗ്രാം ഒരാഴ്ച രണ്ടിനും. 250 ഗ്രാം ഇഞ്ചി, 250 ഗ്രാം വെളുത്തുള്ളി, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ എങ്ങനെയാണെന്ന്. ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് വയ്ക്കാം. ഭയങ്കര സിമ്പിളാണ്. ചില വിഭവങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് പേസ്റ്റ് തന്നെ വേണം. ചിലതിന് നമ്മൾ ചതച്ചിടുകയുള്ളൂ, ചിലതിന് നമ്മൾ അരിഞ്ഞ് ചേർക്കും. അപ്പോൾ ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും സ്റ്റോക്ക് ഉണ്ടായിരുന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തത്. വെളുത്തുള്ളി തൊലിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തോട് കളയുന്നതിൻ്റെ സിമ്പിൾ മെത്തഡിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലൊരു കിച്ചൺ ടിപ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തത്. ഇനി രണ്ടാമത്, ഇഞ്ചിയുടെ തോട് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് കളയാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ കത്തി കൊണ്ട്, നൈഫ് കൊണ്ടൊക്കെ ഇങ്ങനെ ചുരണ്ടിയാണ് മിക്കവാറും എടുക്കാറ്. പക്ഷേ അതിനെക്കാട്ടിലുമൊക്കെ ഈസി ആയിട്ടുള്ളൊരു പരിപാടി പറഞ്ഞുതരാം. അതൊരു പക്ഷേ കയ്യിൽ കത്തി ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം. അത് ഏത് സൈസാണെങ്കിലും കുഴപ്പമില്ല, ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലൊരു സ്പൂണ്, അറ്റം നല്ല ഷാർപ്പായിട്ടുള്ള സ്പൂൺ തന്നെ എടുക്കുകയാണ് നല്ലത്. അത് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ചുരണ്ടി സ്കിന്നൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സ്പൂൺ ആയതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അത് ഉള്ളിലേക്കെല്ലാം നമുക്ക് കടത്തി, അതായത് ഇഞ്ചിയുടെ ഷേപ്പ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ വിടവുകളിലൂടെ അതിനകത്ത് വരെ നമുക്ക് ആ സ്പൂൺ കടത്തി വിടാം. എന്നിട്ട് ആ ഭാഗത്തെ സ്കിന്നും നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചിയുടെ തോട് പൊളിക്കാൻ സാധിക്കും. ഈസി അല്ലേ? നന്നായിട്ട് ചുരണ്ടി കളയാൻ പറ്റും. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കത്തി കൊണ്ടോ ഒരു നൈഫ് കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും എളുപ്പമല്ല സത്യത്തിൽ, അതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കത്തി ഇല്ലെങ്കിലും ഒരു സ്പൂൺ മാത്രം മതി നമുക്ക് ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ തോട് കളഞ്ഞ് വൃത്തിയാക്കാൻ പറ്റും. ഇത് നോക്കി കംപ്ലീറ്റ് നീറ്റാക്കി എടുത്തു. ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്കിന്നും ഒരിടത്ത് കാണാനല്ലോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ലേ. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. ആവശ്യാനുസരണം നമുക്ക് എത്ര ഇഞ്ചി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് എടുക്കാൻ സാധിക്കും. അങ്ങനെ 2 ടിപ്സ് കഴിച്ചിരിക്കുകയാണ്. ഇഷ്ടമായോ? ഇനി മൂന്നാമത്തേത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം, എങ്കിലും ചില സമയത്ത് നമുക്ക്
മറന്നു പോകും. അതായത് പച്ചമുളക് കേട് കൂടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഈവൻ ഞാൻ പോലും ചില സമയത്ത് മറന്നു പോകാറുണ്ട്. അപ്പോൾ അതായത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ആ രീതി മറക്കുന്നു എന്നില്ല, ചിലപ്പോൾ ആ ഒരു ധൃതിയിൽ നമ്മൾ ചെയ്യാൻ മറക്കുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് വാങ്ങുമ്പോൾ പച്ചമുളക് കൂടുതൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എങ്ങനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഈ രീതിയിൽ സ്റ്റോർ ചെയ്താൽ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനെ ഓരോ പച്ചമുളകിൻ്റെയും ഞെട്ട് ഇളക്കി ഇളക്കി മാറ്റണം. അപ്പോൾ ആവശ്യാനുസരണം എത്രയാണോ നമ്മൾ കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം കേടാകാണ്ടിരിക്കണമല്ലോ. അപ്പോൾ നിർബന്ധമായിട്ട് ഇതുപോലെ ഞെട്ട് മാറ്റിയിട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലാണ്ട് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതൊരു പൊതി പോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി ഒരു നല്ലൊരു എന്താ പറയുക പൊതിച്ചോറൊക്കെ പൊതിയുന്ന പോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ബോക്സിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബോക്സിനകത്തേക്ക് വെച്ച് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കേണ്ട, ചില്ലറിൽ വെച്ച് സൂക്ഷിക്കാം. ഇത് കേടുകൂടാണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നല്ല ഫ്രഷായിട്ട്. ഇനി സവാള അരിയുന്നതിൻ്റെ ഒരു സിമ്പിൾ ഹാക്കാണ്. സവാള സാധാരണയായിട്ട് നമ്മൾ അരിയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തോട് കളയുന്ന പ്രോസസ്സ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയറോ സെക്കൻഡ് ലെയറോ എളുപ്പത്തിന് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി 2 സവാള എടുത്തിട്ടുണ്ട്. ഈ 2 സവാളയുടെയും തോട് കളയുന്ന രീതി ഞാനൊന്ന് 2 ഡിഫറെൻറ്റ് വേയിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണെങ്കിൽ ഒരു സവാള എടുക്കുന്നു, അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് മറു സൈഡ് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് നടുകെ ഒന്ന് മുറിച്ച് മാറ്റാം സെൻറ്ററിൽ നിന്നും. കണ്ടല്ലോ, അപ്പോൾ അടിഭാഗത്തുള്ള ആ ഒരു എന്താ പറയുക എൻഡ് നമ്മൾ മുറിച്ചിട്ടില്ല. ഇനി ആ ഉള്ളിയുടെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോൾ സ്കിന്ന് അതിൻ്റെ ആ പുറം തൊലി ഇളകി വരും. വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയ സവാളയാണ്, പക്ഷേ വലിയ സവാളയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും അറിയാൻ പറ്റുന്നത് എന്ത് എളുപ്പമാണെന്ന്. ഇനി രണ്ടാമത്തെ സവാള കാണിച്ചു തരാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മെത്തേഡാണ്. മുകളിലത്തെ ഭാഗം കട്ട് ചെയ്യും, അതുപോലെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് നമ്മൾ നടുക്കുന്ന് മുറിക്കുന്നു, എന്നിട്ട് തൊലി കളയാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ലോ ആയിട്ടും കുറച്ചുകൂടി പാടുമാണ്. കാര്യം ഈ സവാളയേണ്ട അറിയില്ല, കുറച്ചുകൂടി വലിയ സവാളയാണെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിക്കും. നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ ചുരണ്ടി ഇളക്കിയാൽ മാത്രമേ ആ തൊലി അല്ലെങ്കിൽ തോട് അതിൽ നിന്നും ഇളക്കി വരുള്ളൂ. അപ്പോൾ ആദ്യം കാണിച്ച മെത്തേഡല്ലേ ഈസി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഈസി മെത്തേഡാണ്. കൂടുതൽ നമ്പർ ഓഫ് സവാള നമുക്ക് തൊലിക്കാനുണ്ടെങ്കിൽ ഈ ആദ്യത്തെ രീതിയിൽ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ആകും. ഈ രണ്ടാമത്തെ മെത്തേഡ് കുറച്ചുകൂടെ സ്ലോ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് മെത്തേഡാണെന്ന്. ഫസ്റ്റ് മെത്തേഡായിരിക്കും നല്ലത്. അങ്ങനെ 4 ടിപ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5ാമത്തെ ടിപ്പിലേക്ക് പോകാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് ഇച്ചിരി പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റൗവാണ്, നല്ല പഴക്കമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പഴയത് തന്നെ ആവണമെന്നില്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് അഴുക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നീറ്റായിട്ട് എങ്ങനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അതൊന്ന് നോക്കാവേ. ഇതിപ്പോൾ കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും വേണ്ട, നമ്മൾക്ക് എത്ര സർഫസ് ഉണ്ടോ അതനുസരിച്ചിട്ടാണ്. ഇതൊരു കൊച്ചു ഉരുളക്കിഴങ്ങ് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഓക്കെ, നമ്മുടെ അടുപ്പിൻ്റെ ഇത് മാറ്റാം. ഇത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, കുറച്ച് ഓൾഡ് ലുക്കിലാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തേക്കാം. അല്പം ഒന്ന് നനച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്, ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റണമല്ലോ. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടോ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരണമല്ലോ, പൊട്ടറ്റോടെ കാണുന്നുണ്ടല്ലോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ പുരട്ടിയിട്ട് ഇട്ടേക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഉരയ്ക്കുക. ഇനി ഇതിൽ കുറച്ച് വിനീഗർ ഉണ്ടല്ലോ, ഞാൻ ഇച്ചിരി വിനീഗറും കൂടി എടുക്കുന്നു. വിനീഗറും കൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫൈനൽ. അങ്ങനെ നമ്മൾ വീണ്ടും
നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ ഉരച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് അതിൻ്റെ ഇഫക്റ്റ് കിട്ടാനായിട്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇതുപോലെ റബ്ബ് ചെയ്യുക. ഇത്രയും പോർഷൻ മാത്രമായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമുക്ക് റിസൾട്ട് നോക്കാം. ഇനി ഒരു സ്ക്രബ് വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കാം. യെസ്, പള തിളങ്ങുന്ന അടിപൊളിയായിട്ട് വന്നില്ലേ? നീറ്റായി. ഒന്ന് നോക്കിക്കോളൂ, നീറ്റായില്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത ഭാഗം, ഇത് ക്ലീൻ ചെയ്യാത്ത ഭാഗം, അതത്രയും തിളക്കമില്ല. ഇതുപോലെ വെട്ടി തിളങ്ങണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി ക്ലിയർ ചെയ്യാം. ഏകദേശം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ തുടച്ചെടുക്കും. യെസ്, ഇപ്പോഴോ നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു തിളക്കമൊക്കെ വന്നില്ലേ? നന്നായിട്ട്. സ്റ്റീലാണ്, അതിൻ്റെ മാക്സിമം തിളക്കം കിട്ടും. ഇത്രയും അഴുക്കുണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും ഞാൻ സ്ക്രബ് തിരിച്ചു കൊണ്ടുവന്നു. ഗ്യാസിൻ്റെ ബേണർ സെറ്റ് ഇസ് ഗുഡ് ടു ഗോ. വൃത്തിയായി, നല്ല വൃത്തിയും തിളക്കവും. ഇത് നല്ല പഴക്കമുള്ളതുകൊണ്ട് ഏറ്റവും പുതിയതുപോലെ ആവില്ല, എങ്കിലും ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സും ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ അടിപൊളിയായി വൃത്തിയായിട്ടുണ്ട്. നല്ല തിളങ്ങുന്ന സ്റ്റീൽ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഉള്ളതിൽ ഏറ്റവും വൃത്തിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. ഈ രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ അടുപ്പ് നീറ്റ് ആൻഡ് ക്ലീനായി. അപ്പോൾ അടുപ്പൊന്ന് കത്തിക്കാം. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 2 കാര്യങ്ങൾ. അതായത് ഈ തേയില സാധാരണയായിട്ട് അരിക്കുന്നത് ഇങ്ങനത്തെ മെറ്റൽ അരിപ്പിലൊക്കെ ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി. അപ്പോൾ അതിങ്ങനെ കറിയൊക്കെ പറ്റി കുറച്ച് ഡേർട്ടി ആവും. നമ്മളിനി എങ്ങനെ വരച്ച് കഴിയാലും അത്ര നീറ്റാവില്ല. അപ്പോൾ അത് ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, തേയിലയുടെ കറിയൊക്കെ പോയി കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാകാനുള്ള പരിപാടി ചെയ്തത്. അപ്പോൾ അടുപ്പ് കത്തിക്കാം, കുറച്ച് വെള്ളം തിളപ്പിക്കാം. ഇതിൻ്റെ കളറിപ്പോൾ കാണുന്നുണ്ടല്ലോ, കുറച്ച് ഡാർക്കായിരിക്കണു. തേയിലയുടെ കറിയൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ നീറ്റായിട്ടുള്ളതാണ്, ഇതിനെക്കാട്ടിലും വൃത്തിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൃത്തി കുറവാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇതിനെ നീറ്റാക്കി കാണിക്കാം. അപ്പോൾ വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി. ഇനി അതിനകത്തേക്ക് ഈ അഴുക്ക് പിടിച്ചിരിക്കുന്ന നമ്മുടെ തേയിലയുടെ കറയുള്ള അരിപ്പ ഇടുന്നു. ഇനി ഒന്നിച്ച് കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് വെള്ളം തിളയ്ക്കാറായി വരുന്നു. ഇതിനകത്തേക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് മറിയണം. എന്നിട്ടൊരു 5 മുതൽ 7 മിനിറ്റ് സമയം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത് വൃത്തിയായിട്ട് വരും. ഇപ്പോൾ തിളച്ച് മറിയൽ പ്രോസസ്സ് എത്തിക്കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ തീ ഒരല്പം കുറച്ച് കൊടുക്കാം, കിടക്കട്ടെ. ഇതിന് 5 to 7 മിനിറ്റ്സ്. അത് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ടാകും, ഒരു കലങ്ങിയ വെള്ളം പോലെ ആകും. അപ്പോൾ തീ ഓഫ് ചെയ്തു നോക്കി, അയ്യോ ചൂട്. വെള്ളം ഒരു കലങ്ങിയ കളറായി. ഒരു ചായയുടെ ഇതിനകത്തുണ്ടായിരുന്ന ചായക്കറ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതെല്ലാം ആ വെള്ളത്തിലേക്ക് പോയി. ഇപ്പോൾ നോക്കിയേ, നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല നീറ്റായല്ലോ. മറ്റേ കുറച്ചൊരു കറുത്തല്ലേ ഇരുന്നേ, ഡാർക്കായിട്ട്. നല്ല ക്ലീനായി. അതിനകത്തുണ്ടായിരുന്ന എല്ലാ ചായക്കറിയും പോയി കഴിഞ്ഞു. യെസ്, ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 ദിവസം ചെയ്താലും കുഴപ്പമില്ല. എല്ലാ ദിവസത്തെ ആവശ്യം കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് തൂക്കിയിട്ടാൽ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചെയ്യാം. എനിവേ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് കുറച്ച് ഡാർക്കായിരുന്നത്. ഓക്കെ, വെള്ളത്തിൻ്റെ നിറം ഞാൻ കാണിച്ചു തരാം. കലങ്ങിയ വെള്ളം. അപ്പോൾ ഇത് കളയാം. ഓക്കെ, ക്ലീൻഡ്. തൂക്കിയിടുന്നു, അതവിടെ കിടക്കട്ടെ. അപ്പോൾ 6 ടിപ്സ് കഴിഞ്ഞു. ഇനി 7ാമത്തെ ടിപ്പ്, അതായത് പാവയ്ക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഭയങ്കര ന്യൂട്രിറ്റീവാണ്, നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആരോഗ്യത്തിന്. പക്ഷേ കഴിക്കാൻ പലർക്കും മടി, എന്താ, കയ്പ്പായതുകൊണ്ടാണ്.
അപ്പോൾ കയ്പ്പ് മാറ്റി കഴിക്കണം, കയ്പ്പോടുകൂടി കഴിച്ചാലാണ് ഏറ്റവും നല്ലത്. പക്ഷേ കയ്പ്പ് മാറ്റി കഴിക്കാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യാൻ സിമ്പിൾ 2 മെത്തേഡുണ്ട്. ഒന്ന്, കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പ് പുരട്ടി, ഇച്ചിരി കൂടുതൽ ഉപ്പ് പുരട്ടി ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്നിങ്ങനെ വെള്ളം ഊറി വരും. ആ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി 2-3 വെള്ളം കഴുകി എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും കയ്പ്പ് രസം ഉണ്ടാവില്ല. രണ്ടാമത്തെ ഓപ്ഷൻ പുളിവെള്ളത്തിലാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പാവയ്ക്ക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കുന്നു. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളംപുളിയാണ്, കുറച്ചേറെ വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊരു പുളിവെള്ളമായി മാറിക്കഴിഞ്ഞു. ഈ പുളിവെള്ളത്തിലേക്ക് പാവയ്ക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15-20 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇപ്പോൾ 15-20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ഈ പുളിവെള്ളത്തിൽ നിന്നും പിഴിഞ്ഞു മാറ്റാം. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ ഈ പാവയ്ക്ക കഷ്ണങ്ങൾ കഴുകിയെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. നന്നായിട്ട് ഫ്രഷ് വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒരു പരിധി വരെ പാവയ്ക്കയുടെ കയ്പ്പ് രസം ഇങ്ങനെ ചെയ്താൽ മാറിക്കിട്ടും. പാവയ്ക്കെല്ലാം റെഡി ആയി കഴിഞ്ഞല്ലോ. ഇനി എങ്ങനെ വേണമെങ്കിലും നമുക്ക് പാചകം ചെയ്യാം. വറുത്തെടുക്കുമോ, കറി വയ്ക്കുമോ, എന്ത് വേണമെങ്കിലും ആകാം. ഇനി 8ാമത്തെ ടിപ്പ് പറയട്ടെ. അതായത് സവാള അരിയുമ്പോൾ എല്ലാവർക്കും കണ്ണ് നീറും അല്ലേ? അതൊരു സ്വാഭാവികമാണ്. കണ്ണിൽ നിന്ന് വെള്ളം വരും. കൂടുതൽ അരിയുമ്പോൾ കരഞ്ഞു തുടങ്ങും. അല്ലെങ്കിൽ തന്നെ ഒരു നീറ്റിലാണ്. ചില വീടുകളിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സവാള അരിഞ്ഞാൽ വീട്ടിൽ കിച്ചൺ പോർഷനിൽ എവിടെയെങ്കിലും നിന്ന് വീട്ടമ്മയോ ആരെങ്കിലും ഒരാൾ ഉള്ളി അരിഞ്ഞു തുടങ്ങിയാൽ വീട്ടിൻ്റെ അകത്തെ റൂമിലിരിക്കുന്നവർക്ക് വരെ കണ്ണ് നീറുന്നൊരു പ്രക്രിയ നടക്കും. ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിത് തോട് കളഞ്ഞിട്ട് സ്കിന്നൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലൊരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് പിന്നെ അരിഞ്ഞു തുടങ്ങുക. അപ്പോൾ കണ്ണ് നീറില്ല. പിന്നെ വേറെ അതിനെക്കാട്ടി എളുപ്പം അരിയുന്നതിന് മുന്നേ തന്നെ, ദാറ്റ് ഇസ് വിത്ത് സ്കിൻ, തോടൊന്നും കളഞ്ഞിട്ടില്ല, തൊലിക്കാതെ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിലൊരു 15 മിനിറ്റ് ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിട്ട് സാധാരണ നമ്മൾ ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്യുന്ന പോലെ അതിൻ്റെ തോട് കളയുകയാണെങ്കിൽ കണ്ണ് നീറില്ല. തോട് കളയുന്ന മാത്രമല്ല, കട്ട് ചെയ്യുന്ന സമയത്ത്, ചോപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കണ്ണിൽ വെള്ളം വരില്ല. ഈസി അല്ലേ? അപ്പോൾ കൊച്ചു പിള്ളേർക്കെല്ലാം ഭയങ്കര പാടാണ്. ടീനേജേഴ്സിനും അല്ലാതെ യങ്സ്റ്റേഴ്സ്, പുതിയതായിട്ട് അടുക്കളയിൽ കയറി പാചകമൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്കെല്ലാം ഉള്ളിയോടുള്ള ഒരു അവേർഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നീറും. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. കണ്ണ് നീറും, കണ്ണിൽ നിന്ന് വെള്ളം വരും. അത് ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമാണ്. വിദേശത്തൊക്കെ കണ്ണാടി തന്നെ ഉണ്ട്. അതായത് ഒണിയൻ കട്ടിങ് ഗ്ലാസ്സസ് ആണ്. അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ ചെയ്താലും മതി. ഐദർ ദിസ് വേ, അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു തുടങ്ങുക. ഈ 2 മെത്തേഡ്, ഞാനിതിലേതെങ്കിലും ഒരു മെത്തേഡാണ് സാധാരണയായിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്യുന്നത്. സമയമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാറില്ല, കട്ട് ചെയ്യും. എനിക്ക് കണ്ണൊക്കെ നീറാറുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. ചില സമയത്ത് എനിക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷളിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഇനി 9ാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ എപ്പോഴും ഉള്ള സംഭവമാണ്. ദാറ്റ് ഈസ് നമ്മൾ കോഫി പൗഡർ, എസ്പെഷ്യലി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ അടപ്പ് തുറന്ന് നമ്മൾ ആവശ്യാനുസരണം എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കുറച്ചൊക്കെ ആകുമ്പോൾ അത് ചെറുതായിട്ടൊക്കെ കട്ട പിടിച്ച് തുടങ്ങും. അത് അന്തരീക്ഷത്തിൻ്റെ മോയ്സ്ചർ അകത്തേക്ക് കയറിയിട്ടൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരട്ടെ. നോക്കിക്കോളൂ. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നു, അതിനകത്തേക്ക് കുറച്ച് അരിമണികൾ എടുക്കുന്നു. ഇനി ഇതിനെ ഒരു ചെറിയൊരു പാഴ്സലാക്കാം. ഞാനിപ്പോൾ ഡബിൾ സ്ട്രെങ്തിനാണ് വെച്ചിരിക്കുന്നത്. 2 ടിഷ്യൂ ഒന്നിച്ച്, ചെറിയൊരു പൊതി മതി. ഓക്കെ, എടുത്തിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് അതിനെ സീൽ ചെയ്യുക, ലോക്ക് ചെയ്ത് വയ്ക്കും. പാഴ്സലായി. ഓക്കെ, തുറന്നു പോവില്ല. അടപ്പ് തുറക്കുന്നു, അതിനകത്തേക്ക് ഇട്ട് വയ്ക്കും. ഇതിനകത്ത് കിടക്കട്ടെ. ഇങ്ങനെ അരിമണികൾ ഇങ്ങനെ ടിഷ്യൂവിൽ പൊതിഞ്ഞകത്തിട്ട് വെച്ചിരുന്നാൽ കട്ട പിടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് കാണിച്ചു തന്ന 9
കിച്ചൺ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മളുടെ ഇടയിൽ തന്നെ. നമ്മുടെ ഇടയിലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് കിച്ചണിലൊക്കെ എപ്പോഴും പെരുമാറുന്ന ആൾക്കാർക്കാകുമ്പോൾ അറിയായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് കുറവുള്ള യങ്സ്റ്റേഴ്സ്, ന്യൂ ആയിട്ട് കിച്ചണിലൊക്കെ പെരുമാറി തുടങ്ങുന്നവർ, പിന്നെ ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സ്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ജോലി സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് കിച്ചൺ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, അങ്ങനെയൊക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ എന്തൊക്കെ എളുപ്പ പരിപാടികളുണ്ടോ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.